ഹലോ നമസ്കാരം. സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ബാറ്റ് ആൻഡ് ബോസിൻ്റെ കൊള്ളിയൻ നോവലിൻ്റെ 6ാമത്തെ എപ്പിസോഡ്. തലയിലും മരവേപ്പ് മാറിയപ്പോൾ കത്രി മുന്നിൽ നിന്ന ഈട്ടിക്കാടൻ പത്രോസിനെ കണ്ടു. ആ ചെറുത്താൻ ഇടിവെട്ടിപ്പോയോ? കത്രി ചോദിച്ചു. എടാ പത്രോസേ, തൻ്റെ മോളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ പോകുമെന്ന് കേട്ടല്ലോ. അതിലും ഭേദം താൻ ആ കൊച്ചിൻ്റെ ചിന്നാറ്റിൽ മുക്കിക്കൊല്ലുമല്ലേ പത്രോസ് പെട്ടെന്ന് മറുപടി പറയാൻ ഞാഞ്ഞതാണ്. ചുറ്റും ഉത്കണ്ഠയോടെ നോക്കി നിൽക്കുന്ന ആളുകളെ കണ്ട് അയാളുടെ നിശബ്ദനായി. ആൻ്റണി തൂക്കുവാലം കടന്ന് അക്കരയ്ക്ക് പോകുമ്പോഴാണ് എതിരെ അന്ന വന്നത്. പാവാടയും ഹാഫ് സാരിയുമായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. സുന്ദരിയായിരുന്നു അവളെ കണ്ട് ആൻ്റണി പാലത്തിൻ്റെ നടുക്ക് നിന്നുപോയി. അടുത്തു വന്ന അവൾക്ക് മനസ്സിലായി അയാൾ ആരോടോ വഴക്കുണ്ടാക്കിയിട്ട് വരികയാണെന്ന്. മോളെ എന്നെ അയാളെ വിളിച്ചു. അവൾ അയാളുടെ അടുത്ത് വന്നു. തൂക്കുവാല വലഞ്ഞു. താഴെ ചിന്നാറ്റിൽ അവരുടെ നിഴൽ ഒഴുക്കിൽപ്പെട്ടു. കന്നിമല മന്മഥൻ്റെ ബസ് സർവീസിൻ്റെ ഓഫീസിൽ ചിന്നാർ സിറ്റിയിലുണ്ട്. അതിനോട് ചേർന്ന് ഒരു മുറി ബാങ്കാണ്. സ്വർണ്ണപ്പണയത്തിൽ പണമിടപാട് നടത്തുന്നു. അവിടെയാണ് അന്നയ്ക്ക് ജോലി. അവളുടെ നോട്ടം നിർവികാരമായിരുന്നു. പക്ഷെ ആ കണ്ണുകൾക്ക് വളരെ ഭംഗിയുണ്ടെന്ന് ആൻ്റണി കണ്ടു. ഞാൻ മോളെ കണ്ടിട്ട് എത്ര വർഷമായി. വീട്ടിൽ വന്നപ്പോഴും ഒന്നടുത്ത് കാണാൻ പറ്റിയില്ല. മോളങ്ങ് വളർന്നു, സുന്ദരിയായി. അയാളുടെ കണ്ണുകളിലെ സ്നേഹഭാവം കണ്ടെങ്കിലും അവൾക്ക് മാറ്റമൊന്നുണ്ടായില്ല. ഡേവിഡിനെയും അമ്മയും പോലെ അന്നമോള് വലിയേട്ടനെ മറക്കരുത്. അവൾക്കൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ചതുപോലെ ആലോചിച്ചിട്ട് അയാളുടെ മടിയിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുത്ത് നീട്ടി. ഇതാ 10,000 രൂപയുണ്ട്. മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചോ, മാലയോ വളയോ. അവൾ ആ രൂപയിലേക്ക് നോക്കി. വലിയേട്ടൻ ഇനിയും തരും. മോളുടെ കല്യാണത്തിന് ചേട്ടന് 1,00,000 രൂപ തരും. അയാൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന പരമാവധി സ്നേഹം കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അന്നയുടെ കൈപിടിച്ച് പണം കൈവെള്ളയിൽ വെച്ചു. അയാൾ വളരെ സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അന്ന കൈതട്ടി വലിച്ചു. എന്തിനാ ഇതൊക്കെ? കൊല്ലണോ ഞങ്ങളെ? അവളിൽ നിന്നും പ്രതീക്ഷിക്കാത്തൊരു ശബ്ദം. ആൻ്റണി ഞെട്ടലോടെ അന്നയെ നോക്കി. എന്തിനാ ജയിലിയാടി ഇങ്ങോട്ട് വന്നത്? വേറെ വല്ല നാട്ടിലും പോയിക്കൂടായിരുന്നോ? ഇനിയും പേടിപ്പിക്കണോ ഞങ്ങളെ? അന്നേ, അവൾ വേഗം അയാളെ കടന്നുപോയി. മോളെ, ഞാൻ പറഞ്ഞിട്ടാ കന്നിമല മന്മഥൻ നിനക്ക് ആ ജോലി തന്നത്, ആൻ്റണി വിളിച്ചു പറഞ്ഞു. അത് കേൾക്കാനൊന്നും അവൾ നിന്നില്ല. ചിന്നാറിൻ്റെ ഒഴുക്കിൽ തൻ്റെ നിഴൽ ഒറ്റയ്ക്ക് ഇരുണ്ടു നിൽക്കുന്നുവെന്ന് കൊള്ളിയാൻ കണ്ടു. ഗ്രേസിയുടെ വീട്ടിലെ അടുക്കളയിൽ ഉടുമ്പിനെ ചതച്ച് റോസ്റ്റ് ചെയ്യായിരുന്നു ഉടുമ്പ് ഗോപാലൻ. ഉടുമ്പിനെ വനത്തിൽ നിന്നും പിടിക്കാനും പാകം ചെയ്യാനും അയാൾക്ക് പ്രത്യേക വൈദഗ്ധ്യമാണ്. ഒരു ഗ്ലാസ് ചാരായം മൂറ്റി കുടിച്ചിട്ട് ഉടുമ്പ് ഗോപാലൻ അല്പം ഉടുമ്പിറച്ചെടുത്ത് രുചി നോക്കി. ഇഷ്ടപ്പെട്ടതുപോലെ സിരസിളക്കിക്കൊണ്ട് അയാൾ അടുപ്പിലെ തീക്കമ്പുകൾ വലിച്ചു വെച്ചു. പിന്നെ തിരിഞ്ഞ് കൊള്ളിയാനെ നോക്കി. അയാൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഗ്രേസി അയാളുടെ അടുത്തിരുന്ന് പുറത്താകെ കുഴമ്പ് തേക്കുന്നു. എന്തിനാ ദിവസം ഇങ്ങനെ വല്ലവരുടെയും തല്ലുകൊള്ളുന്നത്? 2 അങ്ങ് കുത്തി മലർത്തിയാൽ പിന്നെ ആരെയും ആൻ്റണി ചേട്ടനോട് അടുക്കൂല, ഗ്രേസി പറഞ്ഞു. അയാളുടെ കഴുത്ത് വരെ അവളുടെ കൈകൾ നീണ്ടുവരുമ്പോൾ മാറിടം മുതുകിലമരുന്നത് കുറേ നേരമായി ഉടുമ്പ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താനൊന്ന് തൊടാൻ ശ്രമിച്ച അവൾ ചീറ്റും. ആൻ്റണിയുടെ മുകളിൽ അവൾ കൈകൊണ്ടാണ് ഒഴിയുന്നതെന്ന് പോലും സംശയം തോന്നും. കണ്ട് നിർവൃതി കൊള്ളാനേ തനിക്ക് വിധിയുള്ളൂ. ഗ്രേസി ശ്രദ്ധിക്കാതെ അയാൾ ആ കാഴ്ച കണ്ട് നിർവൃതി കൊണ്ടു. അവൾ 2 വാട്ടിയ മുട്ട ആൻ്റണിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അയാൾ എഴുന്നേറ്റിരുന്ന് മുട്ടയുടെ അറ്റം തൊട്ടിക്കളഞ്ഞിട്ട് വായിലേക്ക് കമഴ്ത്തി. നിങ്ങളെപ്പോഴാണ് പോലീസ് വിട്ടത്? ആൻ്റണി ചോദിച്ചു. ഇന്നലെ രാത്രിക്ക് മുമ്പ് മന്മഥ മുതലാളി സ്റ്റേഷനിൽ വന്ന SI കണ്ടു, ഗ്രേസി പറഞ്ഞു. ഉലത്തിറച്ചിയുമായി വന്ന ഉടുമ്പിനോട് അയാൾ ചോദിച്ചു. നിന്നെ അവർ തല്ലിയോടാ? സ്റ്റേഷനിൽ ചെന്നിട്ട് തല്ലിയില്ല, ഇവിടെ വെച്ച് തല്ലി. ആ തങ്കച്ചനും കൂട്ടരും. തങ്കച്ചനാ എൻ്റെ ശത്രു, കൊള്ളിയാൻ പറഞ്ഞു. തല്ലി കിട്ടിയതിൻ്റെ കേട് തീർക്കാനല്ലേ മല മുഴുവൻ തപ്പി ഒരു ഉടുമ്പിനെ പിടിച്ചത്? കിട്ടിയപാട് അവൻ്റെ നാക്ക് പറിച്ചങ്ങ് വിഴുങ്ങി. തിന്നേട്ടാ, ചതവൻ ഉടുമ്പ് പസ്റ്റ. ഇറച്ചിയുടെ മണം മുഴുവൻ മുറിയിൽ പരന്നു. ഗോപാലൻ ഒരു ഗ്ലാസ് ചാരായം പകർന്ന് ആൻ്റണിക്ക് കൊടുത്തു. നീയും കുടിക്കടി ഗ്രേസി. ആൻ്റണി ഗ്ലാസ് അവൾക്ക് കൊടുത്തു. ഗോപാലൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കേ, ഗ്രേസി ഗോപാലനോട് നിർദ്ദേശിച്ചു. ഇനി അവിടെ നിൽക്കാൻ പാടില്ല. ഗോപാലൻ ഒരു ഗ്ലാസ് കൂടി കുടിച്ചിട്ട് ഗ്രേസിയെയും ആൻ്റണിയെയും നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ചെറിയ പ്ലേറ്റിൽ ഇറച്ചി എടുത്തിരുന്നു. ഗ്രേസി വാതിൽ ചാരുന്നത് തിരിഞ്ഞു നോക്കി ഉടുമ്പ് കണ്ടു. ഗ്രേസി ആൻ്റണി കൊടുത്ത ചാരായം കുടിച്ചിട്ട് വീണ്ടും നിറച്ച് ആൻ്റണിക്ക് കൊടുത്തു. ആൻ്റണി അത് മടുമട കുടിക്കുകയാണ്. സിരകളിൽ ലഹരി ഒഴുകുകയാണ്. ഒരു നീല ജ്വാല പറക്കുന്നു. ആൻ്റണി കുപ്പി ഗ്രേസിയുടെ ചുണ്ടുകളിൽ മുട്ടിച്ചു. ഒരു അഗ്നിയോളം ഉള്ളിലേക്ക് വീണു പൊട്ടി. മേലാകെ പടരുന്നത് അവൾ അറിഞ്ഞു. ഗ്രേസി കൊള്ളിയാനെ നോക്കി. പത്രോസിൻ്റെ മോൾക്ക് വേണ്ടി ഇത്രയും വഴക്കുണ്ടാക്കണമായിരുന്നു? ഷൈസിക്ക് വേണ്ടി ഒരു യുദ്ധം വേണ്ടി വന്നാലും ഞാനത് ചെയ്യും, അയാൾ പറഞ്ഞു. അവളെ മോഹിച്ചിടത്തോളം ഞാൻ ഈ ലോകത്തിലൊന്നും മോഹിച്ചിട്ടില്ല. ദുഷ്ടൻ കൊള്ളിയാൻ.
ഈ സമയം ഉടുമ്പ് ഗോപാലൻ തോടിൻ്റെ കരയിൽ വന്ന് നിൽക്കുകയായിരുന്നു. ലഹരി അയാളുടെ തലയ്ക്ക് പിടിച്ചിരുന്നു. ഗ്രേസിയുടെ നേരത്തെ ചിരി കേട്ടപ്പോൾ അയാൾക്ക് വികാരം കൊണ്ടു. കരിയിലഞ്ഞെരിയുന്ന ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. കുരുമുളക് തോട്ടത്തിലൂടെ അയാളുടെ നേരെ വരുന്ന ഹേമ. പഴയ പകയെല്ലാം അവളുടെ മുഖത്തുണ്ടെന്ന് തോന്നി. കൊള്ളിയാനോ ഗ്രേസിക്കോ ഒരു സൂചന കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ഹേമ ഉടുമ്പിൻ്റെ മുന്നിലെത്തി ചോദിച്ചു, കൊള്ളിയാനവിടെ? ആ ശബ്ദത്തിൻ്റെ ചൂടിൽ ഗോപാലനൊന്ന് പരിങ്ങി. അധ്യായം 8. ഉടുമ്പ് ഗോപാലൻ ഗ്രേസിയുടെ വീടിൻ്റെ അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് നോക്കി. പിന്നെ ഹേമയുടെ നേരെ മുഖം തിരിച്ചു. തന്നോടാ ചോദിച്ചത്? കൊള്ളിയാൻ എവിടെയെന്ന്? ആ, എനിക്കറിയാൻ മേല. ഉടുമ്പ് ഗോപാലൻ ഒഴിഞ്ഞു മാറി. താനല്ലേ കൊള്ളിയാൻ്റെ കാവൽക്കാരൻ, താനറിയാതെ അയാൾ ഒരിടത്തേക്കും പോവില്ല. ഗോപാലൊന്നും പറഞ്ഞില്ല. ഗ്രേസിയുടെ വീട്ടിലുണ്ടായാൾ? ഹേമ വീടിന് നേരെ നടന്നു. എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? ആവശ്യത്തിലധികം ശബ്ദമുയർത്തിയാണ് ഉടുമ്പ് അത് പറഞ്ഞത്, അവളെ തടയുന്നത് പോലെ. ഹേമ അയാളൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കൊള്ളിയാൻ ഇവിടെ ഉണ്ട്. അവൾ മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞപ്പോൾ ഗോപാലൻ കൈനീട്ടി തടഞ്ഞു. അവൾ വെട്ടിത്തിരിഞ്ഞ് അവൻ്റെ കരണത്തൊന്ന് പൊട്ടിച്ചു. മാറടാ, കന്നിമല മന്മഥൻ്റെ മോളെ തടയാൻ നീ വളർന്നോ? ഒരലർച്ചയായിരുന്നു. നീയും ആ വാറ്റുകാരിയും കൂടിയല്ലേ ആ മൂർഖനെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്? അവളെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. അടികൊണ്ട് ഗോപാലൻ അവളുടെ നേരെ കൈ ഉയർത്തിയതാണ്. ചലിക്കരുത്. അവൾ കൈ ചൂണ്ടി മുരണ്ടു. കൈ അനക്കിയ ഹേമയെ ആരാണെന്ന് നീ അറിയും. കൊള്ളിയാൻ സഹായത്തിനുണ്ടെങ്കിലും മന്മഥൻ മുതലാളിയുടെ മകളെ തിരിച്ചടിക്കാൻ അയാൾക്ക് ധൈര്യം വന്നില്ല. അവളുടെ അവിടെ. ഹേമ ആ വീടിന് നേരെ തിരിഞ്ഞു. അകത്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന കൊള്ളിയാനും ഗ്രേസിയും. അവളുടെ ദേഹത്തെ കുഴമ്പ് അവളുടെ മാറിൽ പറ്റിയിരുന്നു. കൊള്ളിയാൻ ഒരു ഗ്ലാസ്സിലേക്ക് ചാരായം പകർന്നു കുടിച്ചു. പിന്നെ ഉടുമ്പിറച്ചി വാരത്തുന്നു. ആ കൊച്ചു കാന്താരിയുടെ ധിക്കാരം കണ്ടില്ലേ? കരണക്കുട്ടിക്ക് നല്ല അടി കൊടുക്കാൻ ആളില്ലാണ്ടാ. ഗ്രേസി എഴുന്നേറ്റു. പണമുണ്ടെന്ന നകളമാ, ഇന്ന് ഞാൻ അവളുടെ സൂക്കേട് തീർക്കും. കൊള്ളിയാൻ അവളുടെ കയ്യിൽ പിടിച്ചു. ബലമായി കട്ടിലിരുത്തി. അവൾ എന്നെ അന്വേഷിച്ചു വന്നതാ. ആൻ്റണി ഒരു ഗ്ലാസ് കൂടി നിറച്ച് കുടിച്ചു. എടി കൊട്ടുപടി ഗ്രേസി, മുറ്റത്തുനിന്നും ഹേമ വിളിച്ചപ്പോൾ കൊള്ളിയാൻ വാതിൽ തുറന്ന് അവളുടെ മുന്നിലേക്ക് ചെന്നു. പെട്ടെന്ന് കൊള്ളിയാനെ കണ്ട ഹേമ പകച്ചു നോക്കി. കൊള്ളിയാൻ്റെ പിന്നാലെ ഗ്രേസി ഇറങ്ങിയാണ്. അണ്ണ എന്നെ തല്ലി, ഉടുമ്പ് പറഞ്ഞു. എന്താണ് നിനക്ക് വേണ്ടത്? കൊള്ളിയാൻ ഹേമയോട് ചോദിച്ചു. ചാരായത്തിൻ്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടപ്പോൾ ഹേമയ്ക്ക് മനം മറിഞ്ഞു. അവളെന്നെ എന്തോ ചെയ്യാൻ വന്നതാ. എന്നാടി കൊച്ചേ, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടും നിനക്ക് മതിയായില്ലേ? പിന്നെ ഈ ചെറുത്താനെ കൂടെ പറപ്പിച്ചിരിക്കുന്നതാണോ? അതെ. എന്താ, കന്നിമല മന്മഥൻ്റെ മോൾക്ക് കൊള്ളിയാനെ വേണമെന്നുണ്ടോ? ബ്ലഡി ബീച്ച്, എന്താ നീ പറഞ്ഞേ? ഹേമ രോഷം കൊണ്ട് വിറച്ച് ഗ്രേസിയുടെ നേരെ കൈ ചൂണ്ടി. കൊള്ളിയാൻ ആ കയ്യിൽ പിടിച്ച് തിരിച്ചു. ഹേമ കറങ്ങി വീഴാൻ തുടങ്ങിയെങ്കിലും അവൾ നിവർന്നു നിന്നു. പക്ഷെ കൈയുടെ കുഴ തെറ്റിയതുപോലെ വേദനിച്ചു. എടാ, താനിവിടെ ഉണ്ടോയെന്നറിയാനാണ് ഞാൻ വന്നത്. ഈ നാട്ടുകാരെ മുഴുവൻ ഞാൻ തനിക്കെതിരെ കൊണ്ടുവരും. താനിവിടെ എവിടെയാണ് ഒളിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഹേമ കലി കൊണ്ട് ഗ്രേസിയെ നോക്കി. ഈ നാടിൻ്റെ ശാപമാണ് നീ. നിന്നെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. നിനക്ക് ആയുസ് കുറവല്ലേ? കൊള്ളിയാൻ അവളുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചു മുരണ്ടു. എൻ്റെ കൈ കൊണ്ട് ചാകാനാണോ നിൻ്റെ വിധി? മുടി തലയോട്ടിൽ നിന്നും പറഞ്ഞു പോകുന്ന പോലെ വേദനിച്ചപ്പോൾ ഹേമ നിലവിളിച്ചു. കൊള്ളിയാൻ പുറം കൈ കൊണ്ട് അവളുടെ കരണത്തൊരടി. അവളുടെ കണ്ണുകളിൽ ഒരു മിന്നൽ പറന്നുപോയി. എടാ കൊള്ളിയാനെ! ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് ഓടി വന്ന് ആൻ്റണിയെ അടിച്ചു. ഇടികൊണ്ട് ആൻ്റണി വീടിൻ്റെ മറയിലേക്ക് ചാരി. ആൻ്റണിയെ അവനെ നോക്കി. ദേവൻ, ശേഖരൻ്റെ മകൻ. നീയോ? ആൻ്റണി ചോദിച്ചു. എൻ്റെ അച്ഛൻ്റെ കാല് വെട്ടി നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോടാ ചെകുത്താനെ. എവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടാലും എൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടൂല. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കൗമാരം വിട്ടിട്ടില്ലാത്ത ദേവൻ കോപം കൊണ്ട് അലറുന്നത് ഗ്രേസി അമ്പരപ്പോടെ നോക്കി നിന്നു. അവൻ വീണ്ടും കൊള്ളിയാനെ അടിച്ചു. അവൻ്റെ മുഷ്ടി ആൻ്റണിയുടെ കുഴമ്പൊഴുകുന്ന നെഞ്ചിൽ കൂടി തെറിച്ചുപോയി. അടുത്തടി മുഖത്തിന് നേരെ വന്നപ്പോൾ കൊള്ളിയാൻ തടുത്തു. അവൻ്റെ കൈ പിടിച്ച് കറക്കിയൊരു തള്ളു. ദേവൻ മുറ്റത്തു നിന്നും തോട്ടിൽ ചെന്ന് വീണപ്പോൾ പാറയുടെ മുകളിൽ വരെ വെള്ളം തെറിച്ചു. ഹേമ ഓടിച്ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എടാ കൊള്ളിയാനെ, നിന്നെ ഞാൻ... നനഞ്ഞൊളിച്ച ദേവൻ വേദനയും ദുഃഖവും അപമാനവും സഹിക്കാനാവാതെ അലറിയപ്പോൾ കൊള്ളിയാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, ഒരു ചുക്കും ചെയ്യൂല. എൻ്റെ കൺമുന്നൊന്ന് പോയില്ലെങ്കിൽ ഞാൻ നിന്നെ വെള്ളത്തിലിട്ട് ചവിട്ടും. ഹേമ അയാളെ ദഹിപ്പിക്കുന്നത് പോലെ നോക്കി. ദേവൻ കുതിരിക്കൊണ്ട് കൊള്ളിയാൻ്റെ അടുത്തേക്ക് എന്തൊക്കെയോ നിയന്ത്രണമില്ലാതെ വിളിച്ചു പോയി. വെല്ലുവിളിച്ചുകൊണ്ട് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ ഹേമ തടഞ്ഞു. ദേവ, അയാളോട് ഒറ്റയ്ക്ക് നേരിടാൻ നിനക്ക് പറ്റില്ല. ചിന്നാറ്റി ചെന്ന് ആളുകളെ കൂട്ടാം. അയാൾ അടങ്ങി. ഹേമ അവനെയും കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ കൊള്ളിയാൻ ചോദിച്ചു, ശേഖരൻ്റെ മകന് ശത്രുവായ മന്മഥൻ്റെ മകളുമായിട്ട് എന്താ ഇടപാട്? നിങ്ങൾ വന്നത് ഒന്നിച്ചോ അതോ രണ്ടായോ? ഹേമ അയാളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. കൊള്ളിയാൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ഒരു വിളി. അന്തോണി! അയാൾ നോക്കിയപ്പോൾ താഴെ നിന്നൊരു വടികുത്ത് യൂദാ വരുന്നു. അയാളെ പെട്ടെന്നെല്ലാം വിസ്മരിച്ചു.
കത്രിയെ തല്ലതിന് പകരം ചോദിക്കാൻ വരുന്നതാണോ? ഗ്രേസി സംശയം പ്രകടിപ്പിച്ചു. പാലാക്കാരൻ യൂത ഒരു കാലത്ത് ഈട്ടിക്കാടൻ പത്രോസിനെ പോലും നാട് വിറപ്പിച്ചവനാണെന്ന് അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹേമയും ദേവനും തന്നെ ദഹിപ്പിക്കുമാറ് നോക്കിയിട്ട് പോകുന്നത് യൂത നോക്കി നിന്നു. ദേവൻ പകയോടെ എന്തോ പറഞ്ഞത് കേൾവിക്കുറവുള്ള യൂത കേട്ടില്ല. നീ ഒരു കൊപ്പിയും എടുക്ക്, ആൻ്റണി ഗ്രേസിയോട് നിർദ്ദേശിച്ചു. അവൾ വേഗം തോട്ടിലിറങ്ങി വെള്ളത്തിനടിയിലെ മണലിൽ കുഴിച്ചിട്ടിരിക്കുന്ന ചാരായക്കുപ്പി എടുത്തുകൊണ്ട് വന്നു. ഒന്ന് സംശയിച്ചു നിന്നിട്ട് കൊള്ളിയാൻ യൂതയുടെ അടുത്തേക്ക് ചെന്നു. അപ്പാ, യൂത കിതച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെ ചാരായക്കുപ്പിയിലേക്ക്. നീ കത്രിയെ തല്ലിയോ? യൂത ചോദിച്ചു. എൻ്റെ അമ്മ പിഴച്ചവളാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. എന്നെ അംഗീകരിക്കാനല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അപ്പം എന്നെ വളർത്തിയത്? ഒരു തന്തയില്ലാത്ത തെണ്ടിയായി എവിടെയെങ്കിലും പോയിക്കൊള്ളുമായിരുന്നില്ലേ? അല്ലെങ്കിൽ മഴയത്ത് തണുത്ത് വിറച്ചോ മലമ്പരി പിടിച്ചോ ചത്തു പോയിക്കൊള്ളൂലായിരുന്നോ? കൂർത്ത കുപ്പിച്ചുള്ളു പോലെയായിരുന്നു കൊള്ളിയാൻ്റെ ശബ്ദം. ഒരു കാറ്റ് അവർക്ക് ചുറ്റും കരിയിലയും പൊടിയും പറത്തി. യൂത കൊള്ളിയാനെ തന്നെ തുറച്ചു നോക്കി. അയാളുടെ നരച്ച താടി കാറ്റിലിളക്കി. യൂത കൈനീട്ടി ചാരായക്കുപ്പി വാങ്ങി കോർക്ക് കടിച്ചു കളഞ്ഞു. മണപ്പിച്ച് നോക്കി അതിൻ്റെ വീര്യം അളന്നതിന് ശേഷം വായിലേക്ക് കമഴ്ത്തി. പകുതിയോളം അയാൾ കുടിച്ചിട്ട് ആൻ്റണിയുടെ നേരെ നീട്ടി. കുടിക്കടാ. അയാളത് വായിലേക്ക് കമഴ്ത്തി. ഇരുവരുടെയും സിരകളിലൂടെ അഗ്നി ഒഴുകി ലഹരിയായിട്ട് പടർന്നു. മോനെ, നീ ഒരുത്തി പറയുന്നതും കേൾക്കണ്ട. നീ എൻ്റെ മോനാ. കേട്ടോടാ ഉടുമ്പേ? യൂത ഉടുമ്പ് ഗോപാലിനെയും ഗ്രേസിയെ നോക്കി വിളിച്ചു പറഞ്ഞു. നിന്റെ അച്ഛൻ മാത്തുക്കുട്ടിയും ഞാനും ചങ്ങാതികളായിരുന്നു. ഞങ്ങളൊന്നിച്ചാ ഹൈ റേഞ്ചിലെ ഏങ് റേഞ്ചിന് വന്നത്. കാട്ടാനകളോട് മല്ലിട്ട ഞങ്ങൾ കാട് വെട്ടിയതും കൃഷി കൊണ്ടൊന്നും നേടാൻ കഴിയാതെ വന്നപ്പോൾ കഞ്ചാവ് കൃഷി ചെയ്തു. നിന്റെ 4ാമത്തെ വയസ്സിലെ അമ്മ മലമ്പരി വന്ന് മരിച്ചത്. 2 വർഷം കഴിഞ്ഞപ്പോൾ അപ്പനെ ആന കുത്തിക്കുന്നു. ഞങ്ങൾ 2 സ്ഥലത്തായിരുന്നു. ഞാനന്ന് ചാരായവും ഷാപ്പും മറ്റുമായിട്ട് അങ്ങനെ നടന്നു. കാട്ടിൽ പണിയാൻ വയ്യാതായി. ചിന്നാട്ടിലൂടെ അലഞ്ഞു നടന്ന നീ മാത്തുക്കുട്ടിയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൂടെ കൂട്ടി. അത് കഴിഞ്ഞാൽ എനിക്ക് മക്കളുണ്ടാകുന്നത്. കത്രിയും അവളുടെ മക്കളും വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് നീ വേണം. നീ എൻ്റെ മോനാ, എൻ്റെ മാത്തിക്കുട്ടിയുടെ മോൻ. എന്നെ ആദ്യം അപ്പാന്ന് വിളിച്ചത് നീയാ. എൻ്റെ നെഞ്ചിക്കിടന്നാ നീ വളർന്നത്. ആരൊക്കെ എന്നാ പറഞ്ഞാലും പോടാ പുല്ലിയെന്ന് പറയടാ. യൂത ആൻ്റണിയുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി അവശേഷിച്ച മദ്യവും കൂടി കുടിച്ചു. യൂതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവരുടെ ചുറ്റും പൊടിയും കാറ്റും പറക്കുകയായിരുന്നു. കൊള്ളിയാൻ മടിയിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് യൂതയുടെ കയ്യിൽ വെച്ചു. അത്രയും പണം കണ്ട് കിളവൻ്റെ കണ്ണു തള്ളി. അന്നയ്ക്ക് ഞാൻ കൊടുത്തതാ, അവൾ വാങ്ങിച്ചില്ല. അപ്പന് കുടിക്കാനിതിരിക്കട്ടെ, ഇപ്പോൾ നിറയെ കുടിക്കാനുള്ളത് ഞാൻ തരാം. ആൾ യൂതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി. ഗ്രേസി കുപ്പികൾ എടുത്തുകൊണ്ട് വന്നു. ദേവൻ നനഞ്ഞ കോഴിയെപ്പോലെ മുറ്റത്തേക്ക് കയറി വന്നപ്പോൾ ദേവി ശ്രദ്ധിച്ചു. അവൻ്റെ കൈമുട്ടിൽ മുറിവും ജീൻസിൽ ചോരപ്പാടും കണ്ടപ്പോൾ അവൾ ഉത്കണ്ഠയോടെ അടുത്തേക്ക് ചെന്നു. മോനെ, നിനക്ക് എന്താ പറ്റിയത്? ചേച്ചി, കൊള്ളിയാൻ ആ വാറ്റുകാരുടെ വീട്ടിലുണ്ട്, ദേവൻ പറഞ്ഞു. നീ അവനെ കണ്ടോ? വരാന്തയിലെ കസേരയിലിരിക്കുകയായിരുന്ന ശേഖരൻ ചോദിച്ചു. കൊടുത്തു ഞാൻ അവനിട്ട് 2 എണ്ണം. അവൻ എന്നെ വെള്ളത്തിലെടുത്തിട്ടു. കൊള്ളിയാനെ ഞാൻ വിടൂല. ദേവൻ ഷട്ടൂരി അയലിലിട്ടു. അപ്പോഴേക്കും സന്ധ്യയും അമ്മയും തൊഴുത്തിലായിരുന്നു. മോനെ, നീ കൊള്ളിയാനോട് ഏറ്റുമുട്ടാറായിട്ടില്ല. നിന്നെപ്പോലെയുള്ള കുട്ടികളെ അയാൾക്ക് നിഷ്പ്രയാസം തൂക്കിയെറിയാൻ കഴിയും. നോക്കിക്കോ, ഞാൻ അവനേക്കാൾ കരുത്തനാകും. ശക്തിയല്ല, ബുദ്ധിയാ വലുത്, ദേവൻ പറഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പോയി. കൊള്ളിയാൻ അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ടിന് വരുമോ? ദേവിക്ക് അതായിരുന്നു ഭയം. ഒരു ജീപ്പ് പോലീസുകാർ രാവും പകലും ശ്രമിച്ചിട്ടും കൊള്ളിയാനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്മഥൻ്റെ മൂത്ത മകൻ രാഷ്ട്രീയക്കാരനെ ലയിച്ചി. അയാളിപ്പോൾ ഇവിടെ ഇല്ല. കൊച്ചിയിലോ കാസർഗോഡോ മറ്റാണ്. കഞ്ചാവ് കച്ചവടക്കാരനായ അയാൾക്ക് മന്ത്രിമാരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തി കൊള്ളിയാനെ പിടിക്കാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. പോലീസിൻ്റെ ഈ അന്വേഷണമൊക്കെ നാട്ടുകാരെ കാണിക്കാനാണത്രേ, സന്ധ്യ പറഞ്ഞു. അങ്ങനെയാ മോളെ എനിക്കും തോന്നുന്നത്. പണവും പിടിപാടും ഉണ്ടെങ്കിൽ ആരെയും പിടിച്ചു കിട്ടാം, ശേഖരൻ പറഞ്ഞു. നിരാശയോടെ തിരിഞ്ഞു നോക്കിയ ദേവിക്ക് എവിടെയോ അപകടം പതിയിരിക്കുന്നതായിട്ട് തോന്നി. ഒരു ശബ്ദം കേട്ട് അവൾ നടുങ്ങി. തങ്കച്ചൻ അവിടേക്ക് വരികയായിരുന്നു. അയാൾ ദേവിയെയും സന്ധ്യയെയും ശേഖരനെ നോക്കി. ശേഖരേട്ടാ, ദേവനെ കൊള്ളിയാൻ തല്ലിയോ? ആരും മറുപടി പറയാതിരുന്നപ്പോൾ തങ്കച്ചന് മനസ്സിലായി. അയാൾ പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി. കൊള്ളിയാനെ ഞാൻ ചിന്നാറ്റിൽ നിന്ന് ഓടിക്കും. എന്നെ തല്ലിയതാണ് അവൻ. ഇനി അവൻ്റെ ശത്രു ഞാനാ. തങ്കച്ചാ, കൊള്ളിയാൻ മനസാക്ഷിയില്ലാത്ത ചെകുത്താനാ. എന്നെപ്പോലെ കാലോ കയ്യോ ഇല്ലാത്തവനായി അറിയിക്കണോ നിനക്ക്? ശേഖരേട്ടൻ, ജീവൻ പോയാലും ശരി അവനെ ഞാൻ തറ പറ്റിക്കും, കൊല്ലൂല. അവൻ ചെയ്തതിൻ്റെ പ്രായച്ചിത്തമായി ചിന്നാറ്റിലൂടെ നിരങ്ങി നടക്കണം. അത് കണ്ടാലേ എനിക്ക് സമാധാനമാവും. തങ്കച്ചൻ്റെ മുഖത്ത് ദൃഢനിശ്ചയഭാവം ദേവിയെ ആശങ്കാകുലയാക്കി.
അക്കരെ റോഡിലൂടെ കയറ്റം കയറി പോകുന്ന ഒരു വാഹനത്തിൻ്റെ ശബ്ദം ദേവി കേട്ടു. ജീപ്പ് കുരുമുളക് തോട്ടത്തിന് നടുവിലെ പുല്ല് പിടിച്ച റോഡിലൂടെ ഓടി ഒരു വീടിന് മുന്നിൽ നിന്നു. ആൾ താമസമില്ലാതെ അടഞ്ഞു കിടക്കുകയാണ് ആ വീട്. മന്മഥനും വാസുവും കൊള്ളിയാൻ ആൻ്റണിയും ജീപ്പിൽ നിന്നിറങ്ങി. മന്മഥൻ ഒരു താക്കോലെടുത്ത് ആൻ്റണിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഈ വീട് നിൻ്റെതാടാ, ഈ 2.5 ഏക്കർ കൊടിത്തോട്ടവും. ആൻ്റണി സന്തോഷത്തോടെ മന്മഥനെയും വാസുവിനെയും നോക്കി. കഴിഞ്ഞ വർഷം 1 ലക്ഷം രൂപയുടെ കുരുമുളക് കിട്ടിയതാണ്, മന്മഥൻ പറഞ്ഞു. നിനക്ക് സന്തോഷമായില്ല അന്തോണി? അയാൾ ചിരിച്ചു. മുറ്റത്തെ കല്ലുകൾക്കിടയിലൂടെ പാമ്പ് പടം പൊഴിച്ചിട്ടിരിക്കുന്നു. ആൻ്റണി വാതിൽ തുറന്ന് വീട്ടിൽ കയറി ജനാലകൾ തുറന്നു. പിന്നിലൊരു പാദസരം കിലുക്കി. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഷൈസി നിൽക്കുന്നു. അവൾക്ക് വേണ്ടിയാണ് ഈ വീട്. ആൻ്റണി ഒരു ജേതാവിനെ പോലെ ആ മുറിയിലേക്ക് ചെന്നു. ആൻ്റണി, നീ ഷാപ്പിൽ വെച്ച് ഇതെല്ലാം വിളിച്ചു കൂകിയതുകൊണ്ട് പോലീസ് അന്വേഷിച്ചെത്തും. അതുകൊണ്ട് നീ ഇവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ല. നിനക്ക് വീട് തന്നതുകൊണ്ട് പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും മതി. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ, ആൻ്റണി പറഞ്ഞു. കളിയല്ല ആൻ്റണി, വാസു അയാളെ നോക്കി. രവീന്ദ്രൻ ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് SP സർക്കിളും അനങ്ങാത്തത്. ആൻ്റണി വാസുവിനെ നോക്കി. രവീന്ദ്രൻ ചേട്ടൻ ഇതുവരെ ചിന്നാറ്റിലേക്ക് വന്നില്ലല്ലോ. കൊച്ചിയിൽ നമ്മുടെ ചരക്കയക്കാനുള്ള ഏജൻറ്റിനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്, മന്മഥൻ പറഞ്ഞു. നമ്മുടെ ബസ്സിൻ്റെ കണ്ടക്ടറോട് അവൻ പറഞ്ഞു വിട്ടിരുന്നു. നമുക്ക് കുറേ പണം വേണം അന്തോണി. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൻ്റെ മോൻ മത്സരിക്കുക. പണം വേണ്ടേ? അതിനായി ആൻ്റോണിയുടെ സഹായം ഞങ്ങൾക്ക് വേണം. ഒതുക്കേണ്ടവനെ ഒതുക്കണം. മന്മഥൻ ആൻ്റണിയെ നോക്കി. നമ്മുടെ രവിമോൻ MP ആയി ഡൽഹിയിലേക്ക് പോയാൽ പിന്നെ നീക്ക് ആരാടാ അന്തോണി? കൊള്ളിയാൻ്റെ മുഖത്തൊരു പ്രകാശം ഉണ്ടായി. അവൻ കന്നിമല വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കമാൻഡർ ജീപ്പ് പോർച്ചിൽ കിടപ്പുണ്ടായിരുന്നു. രവീന്ദ്രൻ്റേതാണ്. രവീന്ദ്രൻ മന്മഥൻ്റെ മൂത്ത മകനാണ്. ചുളിവ് വീഴാത്ത ഷർട്ടും പോക്കറ്റിൽ ഡയറിയും പിന്നിലേക്ക് ചീകിയ മുടിയും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവും രവീന്ദ്രൻ്റെ ഒരു പ്രത്യേകതയാണത്. ആൻ്റണിയെ കണ്ട് രവീന്ദ്രൻ കുശലാന്വേഷണം നടത്തി. ആൻ്റണി, നമുക്ക് വൈകിട്ടൊന്ന് കൂടണം. താനങ്ങനെ തടവിയാടിയെന്ന് എനിക്കറിയണം. ഞാൻ ആഴ്ചകളോളം ഇല്ലാതിരുന്നതുകൊണ്ട് ഓഫീസിലെ കണക്കുകളെല്ലാം കുഴഞ്ഞിരിക്കുക. രവീന്ദ്രൻ ഡാഡിയോടും മാനേജരോടും പോലും കൂടുതലൊന്നും സംസാരിക്കാതെ കമാൻഡർ ഓടിച്ചുപോയി. മലഞ്ചരക്കിൻ്റെയും ബാങ്കിൻ്റെയും ചുമതല രവീന്ദ്രനാണ്. ഓഫീസിലെത്തിയ രവീന്ദ്രൻ അന്നയെ വിളിപ്പിച്ചു. രവീന്ദ്രന് ഒരു പ്രൈവറ്റ് റൂമുണ്ട്. അന്ന് ശനിയാഴ്ച ആയതിനാൽ ഉച്ച കഴിഞ്ഞപ്പോൾ മറ്റു ജോലിക്കാരെല്ലാം പോയിരുന്നു. അന്ന അകത്തേക്ക് വന്നപ്പോൾ രവീന്ദ്രൻ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി. എത്ര നാളായടി നിന്നെ ഒന്ന് കണ്ടിട്ട്? അയാൾ പ്രേമപൂർവ്വം ചോദിച്ചു. അവൾ മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ. നിന്റെ ചേട്ടൻ വന്നിട്ട് കണ്ടില്ലേ? അയാൾ തിരക്കി. അയാൾ ഇവിടെ ഉണ്ടാവുന്നത് അന്നയ്ക്ക് ഇഷ്ടമാണോ? അവളൊന്നും പറഞ്ഞില്ല. രവീന്ദ്രൻ അവളെ തഴുകിക്കൊണ്ടൊന്ന് ചുംബിച്ചു. എത്ര കുടിശ്ശികയുണ്ടെന്നറിയാമോ? അയാൾ ചോദിച്ചു. അവൾ അയാളെ നോക്കി. കവിളുകളിൽ അരുണിമ പറന്നു. ഇതെന്താണെന്ന് നോക്കിക്കേ. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ അരഞ്ഞാണം എടുത്ത് അന്നയുടെ മുഖത്തിന് നേരെ ഉയർത്തി. ഞാനിത് നിനക്കായിട്ട് വാങ്ങിച്ചതാണ്. അന്ന അമ്പരപ്പും നാണവും ഉണ്ടായി. ഞാനിത് കെട്ടിത്തരട്ടെ? അവൾ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. രവീന്ദ്രൻ ആ കയ്യിൽ പിടിച്ച് ബലമായിട്ടൊന്ന് മടിയിലിരുത്തി. ഉച്ചവെയിലിൻ്റെ ആലസ്യത്തിൽ ഉറങ്ങുകയായിരുന്നു ഗ്രേസി. അമ്മേ! മകൻ തൊമ്മിയുടെ വിളി കേട്ട് അവൾ ഞെട്ടിയുണ്ടെന്നു. എടാ കൊള്ളിയാനെ! ഒരലർച്ച. ഇറങ്ങി വാടി ഗ്രേസി. ആ കൊലയാളിയും കൊണ്ട്. ഗ്രേസി വാതിലിന് വെളിയിലേക്ക് നോക്കി. നടുങ്ങിപ്പോയി. ഒരു സംഘം നാട്ടുകാർ വീട് വളഞ്ഞിരിക്കുന്നു. അവരുടെ മുന്നിൽ തങ്കച്ചൻ. അധ്യായം 9. ഗ്രേസി മകൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവർ 19ഓളം പേരുണ്ടെന്ന് ഗ്രേസി കണ്ടു. ചിലരുടെ കയ്യിൽ കല്ലുകളും വേലിപ്പത്തലുകളും ഉണ്ട്. ചുരുക്കം ചിലരുടെ കയ്യിൽ വാക്കത്തിയും കണ്ടു. കൊച്ചുതൊമ്മി ഭയപ്പാടോടെ അവരെ നോക്കിയിരുന്നു. ആർക്കാടാ ഇവിടെ കാര്യം? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഗ്രേസി വെല്ലുവിളിക്കുന്ന പോലെ അലറി. ചോദ്യം എല്ലാവരോടുമായിരുന്നെങ്കിലും നോട്ടം തങ്കച്ചൻ്റെ മുഖത്തായിരുന്നു. ഇറക്കി വിടറി അവനെ, കൊള്ളിയാനെ! തങ്കച്ചൻ അതേ സ്വരത്തിൽ അലറി. നീയല്ല അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ. അവനെ ഇന്ന് ഞങ്ങൾ തല്ലിക്കൊല്ലും. കൊള്ളിയാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങളോട് ആരാടാ പറഞ്ഞത്? ഗ്രേസി ചോദിച്ചു. ആരും പറയണ്ടേ, ഞങ്ങൾക്കറിയാം. നീയാണ് അവനെ പൊറപ്പിക്കുന്നതെന്ന് മറ്റൊരാൾ പറഞ്ഞു. ഒപ്പം 1-2 കല്ലുകൾ വീടിൻ്റെ ഭിത്തിയിലും മറയിലും ചെന്ന് പതിച്ചു. എന്നെ തല്ലിയതാവൻ. തങ്കച്ചൻ ഗ്രേസിയുടെ കണ്ണുകളിൽ നോക്കി മന്ത്രിച്ചു. അവനെ ഞാൻ വിടില്ല. അവൻ കൊള്ളിയാനാണെങ്കിൽ ഞാൻ ചെകുത്താനാ. ഉടനെ അയാൾ ശബ്ദമുയർത്തി. അകത്തേക്ക് കയറി നോക്ക്. കൊള്ളിയാൻ ഒളിച്ചിരിക്കുകയാണെങ്കിലേ സൂക്ഷിക്കണം. അവൻ ഉപദ്രവിക്കും. അതൊക്കെ ഞങ്ങളേറ്റു. ഞങ്ങളുടെ നേരെ കൈ ഉയർത്തിയ ആ കൈ ഞങ്ങൾ വെട്ടും. കയ്യിൽ വാക്കത്തി ഉണ്ടായിരുന്ന 4-5 പേർ വാശിയോടെ വീട്ടിനകത്തേക്ക് കിടക്കുന്നത് ഗ്രേസി കണ്ടു. തങ്കച്ച, കൊള്ളിയാൻ ഇവിടെ ഇല്ല, ഗ്രേസി പറഞ്ഞു. പിന്നെ എവിടെയാടി? എനിക്കറിയില്ല, ഇന്നിവിടെ വന്നിട്ടില്ല. ഗ്രേസി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടത് ഒരു വശത്തെ ഭിത്തി മറിഞ്ഞു വീഴുന്നതാണ്.
മണ്ണ് ഇഷ്ടിക കൊണ്ട് പണിത സിമൻറ്റ് തേക്കാത്ത ഭിത്തിയായിരുന്നു അത്. മറ്റു വശങ്ങൾ ഈറ്റ കൊണ്ടും തെങ്ങോലകളുള്ള മറകളാണ്. അയ്യോ എൻ്റെ വീട്! ഗ്രേസി നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിച്ചെല്ലാൻ ശ്രമിച്ചു. ആരാടാ എൻ്റെ വീട് വിളിക്കുന്നത്? അപ്പോൾ ഒരു മറ അകത്തു നിന്നവർ ചവിട്ടി മറിച്ചു. കൊച്ചുതമ്മി ഭയം അലറിക്കളഞ്ഞു. ഇനി ആ കൊള്ളിയാനിവിടെ വരരുത്, ആരോ പറയുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ തങ്കച്ചനും വിഷമം തോന്നി. വീട് വിളിച്ചാൽ പിന്നെ ഗ്രേസി എവിടെ താമസിക്കും? ആരാണ് അവർക്ക് സഹായത്തിനുള്ളത്? അരുത്, അവരുടെ വീട് പൊളിക്കരുത്. തങ്കച്ചൻ മുന്നോട്ടേ ഒന്ന് വിളിച്ചു പറഞ്ഞു. അവരെ തടയാൻ ശ്രമിച്ചു. നമുക്ക് വേണ്ടത് കൊള്ളിയാനെയാണ്, ഇവരെയല്ല. ഇവളിവിടെ ഉണ്ടായിട്ടല്ലേ കൊള്ളിയാൻ വന്നത്? എലിയെ പുകയ്ക്കുന്ന പോലെ അവനെ പുകച്ചു ചാടിക്കണം. കൊള്ളിയാനിനി ഈ കൂരയിൽ താമസിക്കരുത്, ആരോ പറഞ്ഞു. ആളുകൾ ഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇവിടെ കൊട്ടുപടിയും വാറ്റും നിർത്തണം. രാത്രി ആണുങ്ങളെ പിടിക്കുന്ന പണി നിർത്തണം, മറ്റാരോ പറയുന്നു. കത്തിക്കട! ആക്രോശം. ഒരാൾ ടിന്നിൽ നിന്ന് മണ്ണെടുത്ത് പുറപ്പുറത്തേക്ക് ഒഴിക്കുന്നത് കണ്ടു. ഉണങ്ങിയ പുല്ലാണ്. അരുത്! എന്താണ് ഈ കാണിക്കുന്നത്? തങ്കച്ചൻ നിന്ന് അയാളെ പിടിച്ചു. ടിന്ന് ബലമായി പിടിച്ചു വാങ്ങി തോട്ടിലേക്ക് എറിഞ്ഞു. തങ്കച്ച, അവളെന്നെ ഒരിക്കലും ആട്ടി ഓടിച്ചതാ, അയാൾ പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. തൻ്റെ വ്യക്തിപരമായ പ്രതികാരം തീർക്കാനാണ് അങ്ങോട്ട് വന്നത്? തങ്കച്ചൻ ചോദിച്ചു. അതേന്ന് കരുതിക്കോ. അയാൾ തങ്കച്ചനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. കത്തിക്കട! അയാൾ ആക്രോശിച്ചു. തങ്കച്ചൻ അയാളെ ബലം പ്രയോഗിച്ച് മാറ്റി. അപ്പോൾ പിന്നിലൊരു ഇരമ്പൽ കെട്ടു. തീ പുല്ലിൽ ആളിപ്പടരുകയായിരുന്നു. തങ്കച്ചൻ നടുങ്ങിപ്പോയി. പ്രഭാര, പരിധി തീകെടുത്ത്! തങ്കച്ചൻ വിളിച്ചു പറഞ്ഞു. അയാൾ ഒരു കലമെടുത്ത് വെള്ളമെടുക്കാനായി തോട്ടിലേക്ക് ഓടി. വെള്ളമെടുത്തുകൊണ്ട് അയാൾ തിരിച്ചു വന്നപ്പോൾ ആരോ തട്ടി. ആ മൺകലം താഴെ വീണുടഞ്ഞു. കാര്യങ്ങൾ തനിക്ക് നിയന്ത്രിക്കാനാവില്ലെന്ന് തങ്കച്ചന് മനസ്സിലായി. കരളിൽ കുത്തിക്കീറുന്നത് പോലെ ഗ്രേസിയുടെ നിലവിളി തങ്കച്ചൻ കേട്ടു. അയാൾ സ്തബ്ധനായിട്ട് നിന്നു. അവൾ മകനെയും ചേർത്തണച്ചുകൊണ്ട് മുറ്റത്തിരിക്കുകയായിരുന്നു. ഇനി കൊള്ളിയാനിവിടെ പൊറുക്കരുത്. അവൻ കാട്ടിലാണ് ഒളിച്ചതെങ്കിൽ നമുക്ക് കാടിന് തീയിടാം. വീടിന് മണ്ണെണ്ണ ഒഴിച്ച ആൾ പറഞ്ഞു. മേൽക്കൂര കത്തി താഴെ വീണു. തീയിൽ നിന്നും മിന്നാമിനുകൾ പോലെ പൊരികൾ ഉയർന്നു പൊങ്ങി. എടാ പട്ടി! ഗ്രേസി ചീറ്റപ്പുലിയെ പോലെ തങ്കച്ചൻ്റെ നേരെ ഓടി. തങ്കച്ചൻ അവളെ തട്ടിമാറ്റി. എടി, കൊള്ളിയാൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഞാൻ. അവനെ ഈ തീയിലിട്ട് ചുടാൻ കഴിയാത്ത വിഷമേ എനിക്കുള്ളൂ. ഗ്രേസിയുടെ ചുറ്റിനും തങ്കച്ചൻ്റെ ചുറ്റിലുമായിട്ട് നാട്ടുകാർ മുഴുവൻ കൂടി. ഗ്രേസി തളർന്നുപോയി. നിന്റെ കൊള്ളിയാനോട് പറഞ്ഞേര്, ഇനി ചിന്നാറ്റ് കണ്ടുപോരുതെന്ന്. കണ്ട ഇതുപോലെ കത്തിക്കും. തിരിച്ചു പോകാൻ നേരം തങ്കച്ചൻ പറഞ്ഞു. തിരിച്ചു പോകുന്നവരുടെ ഏറ്റവും പിന്നിലായിരുന്നു തങ്കച്ചൻ. ഗ്രേസി വിളിച്ചു പറഞ്ഞു. എടാ പട്ടികളെ! തങ്കച്ചനും കൂടെ ഉണ്ടായിരുന്ന 4-5 പേരും തിരിഞ്ഞു നോക്കി. ഒരു അനാഥ പെണ്ണിൻ്റെ വീട് കത്തിച്ചു കളഞ്ഞിട്ട് യുദ്ധം ജയിച്ചതുപോലെ പോകുന്നോ? നിങ്ങൾ ആളാണോടാ? പിടിച്ചു കെട്ടിയ പട്ടിയെ തല്ലിയതുപോലെയല്ലടാ ഇത്. അവരത് ശ്രദ്ധിക്കാതെ തിരിച്ചുപോയി. ഗ്രേസി തേങ്ങിക്കരഞ്ഞു. അവരല്ല, ഞാനത് ചെയ്തത്. ശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി. കൊടിത്തോട്ടത്തിൽ ഹേമ നിൽക്കുന്നു. വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. ദിസ് ഈസ് മൈ റിവഞ്ച്, ഹേമ പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായല്ലേടി ഞാൻ ആരാണെന്ന്? ഗ്രേസി അവളുടെ നേരെ ഒരു നോട്ടം വെച്ചു. ദഹിപ്പിക്കുന്ന തീയായിരുന്നു അത്. എടി, നീ ഈ ചെയ്യിച്ചതിനെ പറ്റി ഓർത്ത് കരയും. ഗ്രേസിയാ പറയണത്. എൻ്റെ കണ്ണീരാണ് സത്യം. ഹേമയുടെ നേരെ കൈ ചൂണ്ടി ഗ്രേസി മുരണ്ടു. ഹേമ തല വെട്ടിച്ച് നിസാരമായി തിരിഞ്ഞു നടന്നു. ആൻ്റണി കുരുമുളക് തോട്ടത്തിലൂടെ നടക്കുകയാണ്. അയാൾ ഒരു പൂച്ചയെടുത്ത് ചുമലിൽ വെച്ചിരുന്നു. അണ്ണാ! ഉടുമ്പ് ഗോപാലൻ ഓടി വന്നു. എന്താടാ, നിന്റെ അപ്പനെ വല്ലാരും ചുട്ടുവന്നോ? എൻ്റെ അപ്പനല്ല, ഗ്രേസിയെ കൊന്നേനെ. ആൻ്റണി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടനെയും. നീ കാര്യം പറയടാ ഉടുമ്പേ. ഉടുമ്പ് പറഞ്ഞത് കേട്ടതും ആൻ്റണി തോട്ടുറമ്പിലേക്ക് നോക്കി. അവിടെ ആകാശത്തിൽ പടർന്നു കിടക്കുന്ന പുക അയാൾ കണ്ടു. നീ വാ. കൊള്ളിയാൻ വേഗം നടന്നു. അയാളുടെ തോളിലിരുന്ന പൂച്ച ഭയപ്പെട്ടതുപോലെ കരഞ്ഞു. പിന്നെ അത് ചാടി ഓടിപ്പോയി. അവർ ചെല്ലുമ്പോൾ പുകയടങ്ങുന്ന വീട്ടിലേക്ക് നോക്കി പാറപ്പുറത്തിരിക്കുകയായിരുന്നു ഗ്രേസിയും മോനും. അവരുടെ പ്രതിബിംബം തോട്ടിലെ നിശ്ചല ജലത്തിൽ. ആൻ്റണി ചേട്ടാ, എനിക്ക് ആരുമില്ല. എൻ്റെ അപ്പനെ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഈ അക്രമം അവർ ചെയ്യുമായിരുന്നോ? ഗ്രേസി ഹൃദയം നൊന്ന് കരഞ്ഞു. ആൻ്റണി അവൾ പറഞ്ഞത് മുഴുവൻ കേട്ടു. തങ്കച്ചനും ഹേമയുമാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തത്, ആൻ്റണി പറഞ്ഞു. ഗ്രേസി, ഒരു കാര്യം ചെയ്യ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്ക്. എൻ്റെ പരാതിക്ക് എന്ത് വില ആൻ്റണി ചേട്ടാ? ഞാൻ ചീത്തയല്ലേ? പോലീസുകാരും നാട്ടുകാരും എന്നെ കുറ്റക്കാരിയായിട്ടല്ലേ കാണുന്നത്? എൻ്റെ ജീവിതം നശിപ്പിച്ചവരൊക്കെ മാന്യന്മാരും. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. എന്താണ് അവർ ചെയ്യുന്നതെന്ന് കാണാമല്ലോ. ഇവിടെ വന്നവരെ നിനക്കറിയാമോ? അറിയാം. എന്നാൽ എല്ലാവരെയും പ്രതിചേർത്തൊരു പരാതി കൊടുക്ക്. പോലീസ് നീതി നടപ്പിലാക്കില്ലെങ്കിൽ പിന്നെ നമുക്കൊരു നീതി നടത്താം, കൊള്ളിയാൻ പറഞ്ഞു. അവർക്കും വീടുണ്ടല്ലോ. മണ്ണെണ്ണ ഒഴിച്ച് തീ കെടുത്താൽ
ആ വീടുകളും കത്തൂലോ. കാര്യം പിടികിട്ടിയതുപോലെ ഉടുമ്പ് തലയിളക്കി. ഗ്രേസി മകനെയും കൊണ്ട് ചിന്നാർ സിറ്റിയിലേക്ക് ചെന്നപ്പോൾ ആളുകൾ കാഴ്ച വസ്തുവിനെ പോലെ നോക്കുന്നുണ്ടായിരുന്നു. കീരിത്തോട് എന്ന സ്ഥലത്താണ് പോലീസ് സ്റ്റേഷൻ. ചിന്നാറ്റിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ്. ഗ്രേസിയും മകനും പരാതിയുമായിട്ട് ചെന്നപ്പോൾ പോലീസുകാർക്ക് കൗതുകമായി. ഹെഡ് കോൺസ്റ്റബിൾ തോമ പരാതി വായിച്ചിട്ട് വലിച്ചു കീറിക്കളഞ്ഞു. നാട്ടുകാർക്കെതിരെ പരാതിയായിട്ട് വന്നിരിക്കുന്നോടി, നിന്നെക്കൊണ്ട് സഹികെട്ടിട്ടല്ലേ ആളുകളത് ചെയ്തത്. പൊടി പോയി മര്യാദയ്ക്ക് ജീവിക്കും. ഇനി നീ കൊട്ടുവടിയും ചാരായം വാറ്റിയെന്നറിഞ്ഞാൽ നിന്നെ പിടിച്ച് ചാർജ് ചെയ്യും. ഗ്രേസി വിഷമത്തോടെ തോമയെ നോക്കി. സാറേ, ഞാനെവിടെ പോകും? എനിക്ക് കിടപ്പാടമില്ല. പിന്നെ ഞങ്ങളിവിടെ കിടത്തണോടെ. കൊള്ളിയാനെ വിളിച്ച് കൂടെ താമസിപ്പിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നാട്ടുകാരെ മുഴുവൻ പടക്കിട്ട് നിനക്ക് ഇവിടെ പൊറുക്കാമെന്ന് കരുതിയോ? ഹെഡ് കോൺസ്റ്റബിൾ അവളോടുള്ള പകയുടെ കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അയാളെ നോക്കി നിൽക്കായിരുന്നു തൊമ്മി വിളിച്ചു. ഹെഡ് കോൺസ്റ്റബിൾ ഞെട്ടി. അയാൾ കോപത്തോടെ കയ്യുയർത്തി. ഡാഷ് മോനെ. അടി വീഴുന്നതിന് മുമ്പ് SI മുറിയുടെ വാതിൽ തുറന്നു. എടാ തോമ. സർ. തോമ ടെൻഷനായി. ഇൻസ്പെക്ടർ റോയി അവിടേക്ക് വന്നു. തനിക്ക് തോന്നിയതുപോലെ പെരുമാറിയത് തൻ്റെ തറവാട്ട് വീടൊന്നുമല്ല സർ. ഞാനെല്ലാം കേട്ടു. അവരോടൊരു പരാതി എഴുതി വാങ്ങി. പരാതി കിട്ടിയപ്പോൾ SI റോയി ഗ്രേസിയോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാൻ അന്വേഷിക്കാം. ഗ്രേസിയും മകനും പോയി കഴിഞ്ഞപ്പോൾ റോയി തോമയോട് പറഞ്ഞു, ആ പോയ ചെറുക്കൻ തൻ്റെ മകനാ. സംശയമുണ്ടോ തനിക്ക്? സാറൊരു അബദ്ധം. ഒരു സ്ത്രീയുടെ ജീവിതം തകർത്തിട്ട് അബദ്ധം എന്ന് പറയാൻ നാണമല്ലോടോ തനിക്ക്. തോമ ചുറ്റും നിന്ന പോലീസുകാരെ നോക്കി. ഈ പ്രതികളെല്ലാം സ്റ്റേഷനിൽ വരാൻ പറയും. റോയ് പരാതി തോമയുടെ കൈ കൊടുത്തു. സാറേ, അവരെ അറസ്റ്റ് ചെയ്ത ചിന്നാറ്റിലെ ജനങ്ങളുടെ വികാരം നമുക്കെതിരെയാവും. തോമ പറഞ്ഞു. എല്ലാവരും കുടിയേറ്റക്കാരാ, എന്തിനും പോന്നവരാ. ഗ്രേസി വന്ന് സാറിനെ സ്വാധീനിച്ചെന്ന് അവർ പരസ്യപ്പെടുത്തും. സത്യം ആരും അറിയില്ല. എടോ, കൊള്ളിയാനെ പിടിക്കാനെന്ന വ്യാജനെ നാട്ടുകാരെ ഓരോ വീടുകൾ കത്തിക്കാൻ തുടങ്ങിയ പിന്നെ പോലീസിന് എന്താണോ ഇവിടെ കാര്യം? റോയ് ചോദിച്ചു. സർ, തോമ പറഞ്ഞാലും കാര്യമുണ്ട്. റൈറ്റർ പറഞ്ഞു. നമ്മളിപ്പോൾ നയപരമായിട്ട് ഇടപെട്ടില്ലെങ്കിലേ കൊള്ളിയാൻ നമ്മളെ സ്വാധീനിച്ചെന്ന് ആളുകൾ പറയും. ചിലരിത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിലാണ്. SI റോയിയും ആലോചിച്ചു. ഫോണ് മണിയടിച്ചു. തോമ അറ്റൻഡ് ചെയ്തു. പോലീസ് സ്റ്റേഷൻ. കൊടയുടെ തോമ. തൻ്റെ SIയുടെ കയ്യിൽ. മറുവശത്തൊന്നും കനത്ത ശബ്ദം. നീ ആരാടാ റാസ്കൽ? നിന്റെ അപ്പൻ. തീ പോലെ ശബ്ദം കാതിലെത്തി. തോമ തരിച്ചു നിന്ന് പോയി. ആരും ഇതിനു മുമ്പ് അയാളോടെങ്ങനെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഫോൺ SIയുടെ നേരെ നീട്ടി റോയ് റിസീവർ വാങ്ങി. SI, ഞാൻ കൊള്ളിയാൻ ആൻ്റണി. മറുവശത്തൊന്നും ശബ്ദം കേട്ട് റോയ് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഒരു നിമിഷം ആലോചിച്ചു. ഗ്രേസിയുടെ വീട് കത്തിക്കാൻ ഗുണ്ടകളെ അയച്ചത് നിങ്ങളാണോ, അതോ ജനകീയ പോലീസോ? എന്തായാലും ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല അത്. കുറ്റവാളികൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അവരെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞാൻ പിടിക്കും. കത്തിച്ചവരോട് തന്നെ വീട് വെച്ച് കൊടുക്കാൻ പറയണം. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട് കത്തിക്കാൻ നിയമത്തിൽ വകുപ്പുകളൊന്നുമില്ല. കുളിയാനെ. റോയിയുടെ ശബ്ദം കനത്തു. താൻ വരട്ടൊന്നും വേണ്ട. പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വന്നാൽ പിന്നെ നമ്മളിൽ ഒരാളെ ബാക്കിയുള്ളൂ. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് ഭാര്യയും മക്കളുമുണ്ട്. ഷഡപ്പ് ബാസ്റ്റർഡ്. റോയി അലറി. അതന്നെ ഞാൻ നിങ്ങളോടും പറയുന്നു. മറുവശത്ത് റിസീവർ വീണു. കുളിയാനാണ്. റോയി പോലീസുകാരെ നോക്കി പറഞ്ഞു. അവൻ ഇവിടെ അടുത്തു നിന്നാണ് ഫോൺ ചെയ്തത്. കാരണം ചിന്നാറ്റിൽ ഫോണില്ല. സാറേ, നമ്മൾ ഈ ജീപ്പുമായിട്ട് ചിന്നാപ്പറ്റി പോയി കൊള്ളിയാനെ പിടിക്കാൻ പറ്റില്ല. SI പറഞ്ഞു. അവിടെ ക്യാമ്പ് ചെയ്യണം. അതിനൊക്കെ വളരെ വിഷമങ്ങളുണ്ട്. നമ്മൾ ചിന്നാറ്റിൽ ചെന്ന് ക്യാമ്പ് ചെയ്താൽ ഇവിടുത്തെ മറ്റു കേസുകൾ എന്തു ചെയ്യും? പക്ഷേ ഇവനൊരു വീരപ്പനെ പോലെ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇതൊരു ചലഞ്ചായിട്ട് നമ്മൾ എടുക്കണം. സബ് ഇൻസ്പെക്ടർ റോയ് പറഞ്ഞു. ചിന്നാറ്റിൽ ചെന്നപ്പോൾ ഇൻസ്പെക്ടർ റോയ്ക്ക് മനസ്സിലായി തങ്കച്ചനെയും മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയില്ലെന്ന്. ജീപ്പോട് നിന്നപ്പോൾ തന്നെ ആളുകൾ വളഞ്ഞു. കൊള്ളിയാനെ പിടിക്കാതെ ഇവിടെ നിന്ന് ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനാണെങ്കിലേ ചിന്നാറ്റിലെ 7000 വീട്ടുകാരുണ്ട്. ഞങ്ങളെല്ലാം സ്റ്റേഷനിലേക്ക് വരും, അവർ പറഞ്ഞു. ചില രാഷ്ട്രീയ കക്ഷികൾ അതിന് പിന്നിലുണ്ടെന്ന് റോയ്ക്ക് മനസ്സിലായി. കന്നിമല ഫിനാൻസിൻ്റെ ഓഫീസിലിരുന്ന് രവീന്ദ്രനും മന്നയും അത് കണ്ടു. മലമുകളിലെ പുൽമേടുകളാണ്, മൊട്ടക്കുന്നുകൾ. അതിന് നടുവിലൂടെ കാട്ടിലേക്കൊരു ചെമ്മൺ റോഡ് കൂപ്പിലേക്കാണത്. ദേവൻ പശുക്കളെ തീറ്റാൻ പോകുന്നത് അവിടെയാണ്. പശുക്കളെ മേഞ്ഞു നടക്കുമ്പോൾ ദേവൻ ഏതെങ്കിലും മരത്തണലിലിരുന്ന് പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ടിരിക്കും. അവൻ നിറയെ കായ്കളുള്ള ഒരു നെല്ലിയിൽ കയറിയിരുന്ന് നെല്ലിക്ക രുചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ട് മൂളുന്ന ശബ്ദം. ഹേമ സ്കൂട്ടർ ഓടിച്ച് അവിടേക്ക് വന്നു. സ്കൂട്ടർ നിർത്തിയിട്ട് അവൾ നെല്ലിയുടെ ചോട്ടിലെത്തി. ഫാഷൻ വസ്ത്രങ്ങളാണ് അവൾ അണിഞ്ഞിരുന്നത്. തങ്കച്ചനെയും മറ്റും പിടിക്കാൻ വന്ന പോലീസ് തിരിച്ചുപോയി. ഗ്രേസിയുടെ ധിക്കാരം. ഇതോടെ തീരൂട്ടോ. കൊള്ളിയാൻ്റെ ഒരു മാള അടഞ്ഞു. ഹേമ സന്തോഷത്തിലായിരുന്നു. അവൻ മുഴുത്ത നെല്ലിക്ക കടിച്ചു തിന്നു. എനിക്കും നട ചേർക്ക, അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു. അവനൊരു കൊമ്പ് കുലുക്കി.
നെല്ലിക്കയും ഇലകളും അവളുടെ ചുറ്റും വീണു. ഹേമ ഉത്സാഹത്തോടെ കൈനീട്ടി കൊഴിഞ്ഞു വീഴുന്ന നെല്ലിക്കകൾ പിടിക്കാൻ ശ്രമിച്ചു. നട്ടുച്ച കോടയ്ക്കൽ ദേവസ്യച്ചേട്ടൻ്റെ കടയുടെ മുന്നിൽ ലോറിയിലേക്ക് കുരുമുളക് ചാക്കുകൾ കയറ്റുകയായിരുന്നു പണിക്കാർ. ഉണങ്ങിയ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും മണം അവിടെ തങ്ങി നിന്നു. ഒരു ചാക്ക് ലോഡിന് മുകളിലേക്ക് തങ്കച്ചൻ തിരിഞ്ഞപ്പോൾ മുന്നിൽ നിന്ന് ആളിലിടിച്ചു. കൊള്ളിയാൻ, നിനക്കെന്നെ ഇവിടെ നിന്ന് ഓടിക്കണമല്ലടാ? ആൻ്റണി ചോദിച്ചു. അതെടാ, ഞാൻ കാത്തിരിക്കായിരുന്നു. തങ്കച്ചൻ്റെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. അയാൾ കൊള്ളിയാനെ അടിച്ചു. കൊള്ളിയാൻ തിരിച്ചടിച്ചു. ഓടയ്ക്കൻ്റെ കടയ്ക്ക് മുന്നിൽ പൊരിഞ്ഞ സംഘടനം രണ്ട് രാക്ഷസന്മാർ ഏറ്റുമുട്ടുന്നത് പോലെയായിരുന്നു. തങ്കച്ചൻ്റെ കൈലി അഴിഞ്ഞുപോയി. കട്ടിയുള്ള നീല നിക്കറാണ് അയാൾ ധരിച്ചിരുന്നത്. ഇരുവരെയും തടുക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. ആളുകൾ കൂടി. ഒരാൾ വീണാലേ ആ ഏറ്റുമുട്ടൽ അവസാനിക്കുള്ളൂ എന്ന് ഉറപ്പായി. ആളുകൾ കൊള്ളിയാൻ വീഴുന്നത് കാണാൻ കാത്തു. തങ്കച്ചനെ പ്രോത്സാഹിപ്പിച്ചു. അടുത്തൊരു കെട്ടിടത്തിന് മുകളിൽ നിന്നും ഷൈസി അത് കാണുന്നുണ്ടായിരുന്നു. അതൊരു തയ്യൽ കടയായിരുന്നു. പെട്ടെന്ന് പോലീസ് ജീപ്പുകൾ വന്നു. ആളുകൾ ചിതറി. ഒരു വെടിശബ്ദം. കൊള്ളിയാൻ തിരിഞ്ഞു നോക്കി. കൊള്ളിയാനെ കൊല്ല്! ആളുകൾ വിളിച്ചു കൂക്കി. ഇൻസ്പെക്ടർ റോയി പാലത്തിന് നടുവിലൂടെ വരുന്നത് കൊള്ളിയാൻ കണ്ടു. കയ്യിലെ റിവോൾവർ. പകച്ചു നിന്ന തങ്കച്ചനെ അടിച്ചു വീഴ്ത്തിയിട്ട് കൊള്ളിയാൻ ഓടി. പിന്നിൽ നിന്നും ഒരു വെടിപൊട്ടി. അയാളെ കുതിച്ചു പാഞ്ഞു. പോലീസും നാട്ടുകാരും പുറകെ. കൊള്ളിയാൻ ഓടി മലയിലേക്ക് കയറി. ദിവ്യയ്ക്കെന്ന് കോളേജ് അവധിയായിരുന്നു. പഠിക്കാൻ പോകണ്ട. ദേവിയും സന്ധ്യയും അവളുടെ ചുറ്റും ഇരുന്ന് ഓരോന്നും പറഞ്ഞു രസിക്കുകയായിരുന്നു. ശേഖരനും രാജമ്മയും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആരാത്? മുറ്റത്തെന്തോ വീഴുന്നത് കേട്ടപ്പോൾ ദേവി ചോദിച്ചു. പെട്ടെന്ന് കൊള്ളിയാൻ ആൻ്റണി അകത്തേക്ക് വന്നു. പെൺകുട്ടികൾ 3 പേരും ഞെട്ടി എഴുന്നേറ്റു. കൊള്ളിയാൻ വാതിലടച്ചു. അവനവരെ മാറി മാറി നോക്കി. നായയെപ്പോലെ കിതച്ചുകൊണ്ട് വേർത്തൊഴുകയായിരുന്നു. അവർ നിലവിളിക്കുന്നു കണ്ടപ്പോൾ അയാൾ തടഞ്ഞു. മിണ്ടരുത്, എൻ്റെ പിന്നാലെ പോലീസുണ്ട്. ദിവ്യയും ദേവിയും ഭയപ്പാടോടെ നോക്കി. പെട്ടെന്ന് കൊള്ളിയാൻ സന്ധ്യയെ കടന്നു പിടിച്ചു. നിലവിളിക്കാൻ തുടങ്ങി അവളുടെ വായ പൊത്തി ഭിത്തിയുടെ വിടവിലിരുന്ന അരിവാളെടുത്ത് സന്ധ്യയുടെ കഴുത്തിൽ ചേർത്തു. എന്നിട്ട് കൊള്ളിയാൻ മുരണ്ടു. എന്നെ പോലീസ് പിടിച്ചാൽ ഇവിടെ ഞാൻ കൊല്ലും. അപ്പോൾ മുറ്റത്തേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.